ബോക്സ് ഓഫീസ് പ്രകടനം നോക്കി മാത്രം സിനിമ വാങ്ങാൻ OTT പ്ലാറ്റ്ഫോമുകൾ. ചെറു ചിത്രങ്ങൾ ഒരുക്കാൻ നിർമ്മാതാക്കൾ. സിനിമകൾ വാങ്ങുമ്പോൾ നിശ്ചിത തുക ആദ്യം നൽകുകയും ബാക്കി ബോക്സ് ഓഫീസ് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുകയും ചെയ്യുന്ന ഹൈബ്രിഡ് രീതി മലയാളത്തിലും അവതരിപ്പിക്കാൻ പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകൾ ഒരുങ്ങുന്നു. ഇതിനൊപ്പം വലിയ മുതൽ മുടക്കുള്ള സിനിമകൾ വാങ്ങുന്നത് കുറച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വലിയ മുതൽ മുടക്കില്ലാതെ ചെറു ചിത്രങ്ങളുടെ വഴിയെ നീങ്ങാൻ ഒരുങ്ങുകയാണ് നിർമ്മാതാക്കൾ. ചെറിയ തുക ആദ്യം നൽകി സിനിമ വാങ്ങിയ ശേഷം കാണുന്നവരുടെ എണ്ണം കണക്കാക്കി പിന്നീട് പണം നൽകുന്ന പേപ്പർ വ്യൂ സമ്പ്രദായം ഇപ്പോൾ തന്നെ OTT പ്ലാറ്റ്ഫോമുകളിലുണ്ട്. ഇതിനൊപ്പമാണ് ഹൈബ്രിഡ് രീതിയും കൊണ്ടുവരുന്നത്. ഇതുപ്രകാരം പേപ്പർ വ്യൂ രീതിയിൽ സിനിമ വാങ്ങുമ്പോഴത്തേതിനേക്കാൾ കുറച്ചുകൂടി വലിയ തുക ആദ്യം ലഭിക്കും. ബാക്കി ബോക്സ് ഓഫീസിലെ കളക്ഷൻ അനുസരിച്ച് പിന്നീട് നിശ്ചയിച്ച് നൽകും. ഇതോടെ OTT കച്ചവടത്തിൽ നിർമ്മാതാക്കളുടെ വരുമാനം ഗണ്യമായി കുറയും. വലിയ മുതൽ മുടക്കുള്ള സിനിമകൾ ഹൈബ്രിഡ് രീതിയിൽ നൽകുന്നത് തീക്കളിയാണ് എന്നതിനു പുറമെ മുൻനിര താരങ്ങളുടെ കനത്ത പ്രതിഫലവും OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശവുമാണ് ചെറു ചിത്രങ്ങളിലേക്ക് നീങ്ങാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിക്കുന്നത്. 3-4 കോടി മുതൽ മുടക്കുള്ള ചിത്രങ്ങൾ ഹൈബ്രിഡ് രീതിയിൽ വിറ്റാലും വലിയ അപകടം സംഭവിക്കില്ല. തിയേറ്ററിൽ ഒരാഴ്ച ഓടിയാൽ പോലും നഷ്ടം വരാതെ നോക്കാനാകും. സമീപകാലത്ത് കുറഞ്ഞ മുതൽ മുടക്കിലെത്തിയ ചില ചിത്രങ്ങൾ തിയേറ്ററിൽ ഹിറ്റായതും നിർമ്മാതാക്കൾ മാറ്റി ചിന്തിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. വലിയ തുക മുടക്കി ബിഗ് ബജറ്റ് ചിത്രങ്ങൾ എടുത്തിട്ടും വരിക്കാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനയുണ്ടാകാത്തതാണ് ഹൈബ്രിഡ് രീതിയിലേക്ക് മാറാൻ OTT പ്ലാറ്റ്ഫോമുകളെ പ്രേരിപ്പിച്ചത്. 2-3 മാസം കൂടുമ്പോൾ ഒരു വലിയ ചിത്രം എടുത്താൽ മതിയെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അതിനാകട്ടെ വലിയ തുക നൽകുകയുമില്ല.